continuation ആണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എന്തായിരിക്കും? ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് എന്താ = K × Vm × sin phi അല്ലേ. അടുത്തായിരിക്കും റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ 2Vm അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൈം t = π√LC. ദ നെക്സ്റ്റ് ടോപ്പിക് നെക്സ്റ്റ് പോയിന്റ് ആണ് എന്തായിരിക്കും? റേറ്റ് ഓഫ് റൈസ് ഓഫ് റിക്കവറി വോൾട്ടേജ് അല്ലേ, സോറി റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. റേറ്റ് ഓഫ് റൈസ് ഓഫ് restriking voltage. Rate of rise of restriking voltage represented by RRB അല്ലേ, RRB. നമ്മൾ പറയാണ് ഇക്വേഷൻ നോക്കിയേ, ആവറേജ് വാല്യൂ ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? മാക്സിമം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഡിവൈഡ് ബൈ time taken to reach maximum. Time taken to reach maximum. Therefore, maximum recovery voltage എത്ര? നമ്മൾ മുന്നേ ഡെറൈവ് ചെയ്തിട്ടുള്ള എത്ര? 2Vm അല്ലേ. 2Vm divided by time to take pi into root LC. 2Vm divided by pi into root LC. എന്തായിരിക്കും? This is average value of rate of rise of restriking voltage. എന്തായിരിക്കും വരിക? നമ്മളിന് നമുക്ക് ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. therefore എന്തായിരിക്കും? d/dt ഓഫ് എന്തായിരിക്കും? റേറ്റ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ? v എന്തായിരിക്കും? v = Vm × 1 - cos t / √LC അല്ലേ. therefore the d/dt of Vm × 1 - cos t / √LC അല്ലേ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടിയ? therefore Vm അല്ലേ, Vm/√LC Vm/√LC into sin t by എന്തായിരിക്കും? √LC അല്ലേ. കോസ്റ്റ് എന്തായിരിക്കും? -sin t. അത് പോകുമ്പോഴത്തേക്കും മൈനസ് പോയിട്ടായിരിക്കും sin t by √LC. നമ്മൾ നോക്കിയേ അതിനകത്ത് therefore മാക്സിമം വാല്യൂ ഓഫ് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചത് ആവറേജ് വാല്യൂ ആണ്. അടുത്തതായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് rate of rise of restriking voltage is equal to എത്രയായിരിക്കും വരിക? മാക്സിമം വാല്യൂ എന്താണ്? സൈൻ എത്ര വേണം? സൈൻ 90 ആണല്ലേ. സൈൻ 90 ആകുമ്പോഴത്തേക്ക് എന്താ? t = എത്ര വരണം? t = π/2 √LC അല്ലേ. π/2 √LC കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? therefore എന്തായിരിക്കും വരിക? when t = π/2 √LC then എന്തായിരിക്കും? maximum value of rate of rise of restriking voltage is equal to Vm/√LC. അപ്പോൾ പുറത്ത് വയ്ക്കുക Vm/√LC at time t is equal to എന്തായിരിക്കും? t is equal to π/2 √LC. അപ്പം നമുക്ക് എന്താണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് എന്തായിരിക്കും? സമ്മറി നോക്കിക്കഴിഞ്ഞാൽ സമ്മറി അല്ലെ എന്തായിരിക്കും? റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇക്വേഷൻ എന്താ? റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു Vm × 1 - cos t / √LC അല്ലെ ആണ് നമ്മളുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ ഫസ്റ്റ് ഇക്വേഷൻ. RV മാക്സിമം വാല്യൂ എന്താ വരിക? RV മാക്സിമം വാല്യൂ ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വരും 2Vm. ടൈം എത്ര വരുന്നത്? ടൈം t is equal to pi into √LC. അറ്റ് ടൈം t is equal to pi into √LC. ഇത് ഇതായിരിക്കും റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അല്ലേ. ഇത് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. അടുത്തത് എന്തായിരിക്കും? അടുത്ത നമ്മൾ എന്തായിരിക്കും? റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? അവിടെ എന്തായിരിക്കും? ആവറേജ് വാല്യൂ അല്ലേ. ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇതായിരിക്കും വരിക. ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു 2Vm അല്ലേ, 2Vm / π√LC. അടുത്തതായിരിക്കും വരിക മാക്സിമം വാല്യൂ ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇതായിരിക്കും Vm/√LC. ടൈം എന്താ? ടൈം ഈസ് ഈക്വൽ ടു t ഈസ് ഈക്വൽ ടു എന്താ? π/2 √LC അല്ലെ. π/2 √LC വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺഫ്യൂസ് ആവരുത്, തിരിഞ്ഞു പോകരുത്, ഓർത്ത് വയ്ക്കുക. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ ഇക്വേഷനും എന്തായിരിക്കും? റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇക്വേഷൻ മാക്സിമം വാല്യൂ എടുത്ത് വയ്ക്കുക. എന്തായിരിക്കും? റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ 2Vm.
എന്തായിരിക്കും റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസൈക്ലിംഗ് വോൾട്ടേജ് മാക്സിമം വാല്യൂ എന്തായിരിക്കും വരിക Vm by root LC അല്ലെ Vm by root LC ഇമ്പോർട്ടന്റ് ആണ്. Then അടുത്തൊരു ഇക്വേഷൻ ഉണ്ട് എന്തായിരിക്കും നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ Fn is equal to എന്തായിരിക്കും വരിക 1 by 2 pi root LC. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ Fn is equal to 1 by 2 pi root LC. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ നമ്മൾ പഠിച്ചതായിരിക്കും സർക്യൂട്ട് ബ്രേക്കറുടെ ടെർമിനോളജി പഠിച്ചു. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്തായിരിക്കും ട്രാൻസിയന്റ് വോൾട്ടേജ്, റിക്കവറി വോൾട്ടേജ് RMS വോൾട്ടേജ്, ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്, പിന്നെ റേറ്റ് ഓഫ് റൈസ് ഓഫ് എന്തായിരിക്കും റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഇക്വേഷൻ V is equal to recovery restriking voltage V is equal to Vm into 1 minus cos t by root LC. Maximum value 2 Vm at time t is equal to എത്ര pi into root LC അല്ലേ അത് വരുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും ട്രിപ്പിൾ ആർ വി അല്ലെ ആവറേജ് വാല്യൂ എത്ര ആവറേജ് വാല്യൂ is equal to ഇങ്ങനെ ഓർത്ത് വയ്ക്കുക മാക്സിമം വാല്യൂ ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 2 Vm by pi root LC. പിന്നെ എന്തായിരിക്കും വരിക മാക്സിമം വാല്യൂ എന്തായിരിക്കും വരിക Vm by root LC ടൈം t is equal to pi by 2 root LC. ഇതൊക്കെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് നോക്കുക. പിന്നെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താ 1 by 2 pi root LC. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ ജനറൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അടുത്ത നോക്കി അടുത്ത നമ്മളൊരു ഫിനോമിനയിലേക്ക് പോവാണ് കറണ്ട് ചോപ്പിംഗ് ഫിനോമിന. കറണ്ട് ചോപ്പിംഗ് ഇൻ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. കറണ്ട് ചോപ്പിംഗ് ഇൻ സർക്യൂട്ട് ബ്രേക്കർ. എന്താ കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തറിയോ that means while interrupting low magnetizing currents such as എന്തായിരിക്കും ഷണ്ട് റിയാക്ടർ അല്ലെങ്കിൽ എന്താ ട്രാൻസ്ഫോമറിന്റെ മാഗ്നറ്റൈസിങ് കറണ്ട്. അപ്പൊ എന്ത് ചെയ്യും ദിസ് കറണ്ട് റീച്ചസ് ടു സീറോ ബിഫോർ ദ നാച്ചുറൽ സീറോ. അപ്പോഴത്തേക്ക് അതായത് that means കറണ്ട് ചോപ്പിംഗ് മീൻസ് while interrupting the current chopping phenomena is occurring while interrupting എന്തായിരിക്കും low magnetizing currents. For example, the currents of shunt reactor അല്ലെങ്കിൽ transformer, the current reaches to zero before natural current zero. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. That means നാച്ചുറൽ കറണ്ട് സീറോ ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട് സീറോ ആവുന്നുണ്ട്. That means എന്തായിരിക്കും ആ കറണ്ട് സീറോ ആവുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ അതിനെ കറണ്ട് ആ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത് കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നോക്കിയും ദാറ്റ് മീൻസ് അപ്പം L എന്ന് പറയുന്ന ഇൻഡക്ടർ ആണ്, C എന്ന് പറയുന്ന കപ്പാസിറ്റർ ആണ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും ഈ രണ്ട് എനർജി ഉണ്ടല്ലോ, ഈ ഇൻഡക്ടറിൽ സ്റ്റോർ വെച്ചിരിക്കുന്ന എനർജി കപ്പാസിറ്ററിൽ സ്റ്റോർ വെച്ചിരിക്കുന്ന എനർജി എന്ത് ചെയ്യും കറണ്ട് സീറോ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും നാച്ചുറൽ കറണ്ട് ആൾറെഡി എക്സിസ്റ്റ് ആണ്, പക്ഷേ എന്ത് ചെയ്യുന്നത് ആർ കറണ്ട് സീറോ ആണ്. അങ്ങനെ കറണ്ട് സീറോ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഈ സ്റ്റോർ വെച്ചിരിക്കുന്ന എനർജി എന്താവും ഇൻഡക്ടർ സ്റ്റോർ വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് എനർജിയും കപ്പാസിറ്ററിൽ സ്റ്റോർ വെച്ചിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ത് ചെയ്യും ദീസ് ടു എനർജി ഇറ്റ് വിൽ കം അക്രോസ് ദ കോൺടാക്ട്സ് ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ. CB എന്ന് പറയുന്ന ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോൺടാക്ട്സിൽ ഡെവലപ്പ് ആവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ എങ്ങനെയായിരിക്കും കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ കറണ്ട് ചോപ്പിംഗ് എന്തായിരിക്കും the current first point current chopping is occurring while interrupting current chopping is occurring while interrupting എന്തായിരിക്കും low magnetizing currents important ആയിട്ട് ഓർത്തു വയ്ക്കുക low magnetizing currents. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. low magnetizing currents എന്തായിരിക്കും സംഭവിക്കുക here the current reaches to zero before natural zero. Here the current reaches to zero before natural current zero അല്ലെ before natural zero. ഇതിനായിരിക്കും നമ്മൾ എന്ത് പറയുന്നത് ഇതിനാണ് നമ്മൾ കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. സോ at that time എന്തായിരിക്കും സംഭവിക്കുക at that time the electrostatic energy that is എന്തായിരിക്കും ഹാഫ് CV സ്ക്വയർ അല്ലെ ഹാഫ് CV സ്ക്വയർ is equal to എന്തായിരിക്കും will be equal to half LI സ്ക്വയർ. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും therefore half ക്യാൻസൽ ചെയ്ത് പോകും. therefore V is equal to എന്തായിരിക്കും V is equal to I into square root of L by C. very important formula. Therefore what is V? V is the voltage appears across the contacts of the current of the circuit breaker during current chopping. therefore V is the എന്തായിരിക്കും voltage appears across the contacts of the circuit breaker during current chopping.
during current chopping. And I is the where I is the magnetizing current. I is the magnetizing current. Figure നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും current 0 ആവുമ്പോഴത്തേക്ക് that means the current reaches to 0 ആവുമ്പോഴത്തേക്ക് എന്തായിരിക്കും പക്ഷേ natural current already സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ആവും അപ്പോഴത്തേക്ക് എന്തായിരിക്കും ഈ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി അല്ലേ ഇതിനകത്ത് പിന്നെ L എന്ന് പറയുന്ന ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ത് ചെയ്യും രണ്ടും കൂടെ എവിടെ വരും നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന് അക്രോസ് ആയിട്ട് വരും അപ്പോഴത്തേക്ക് അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും നമുക്ക് V is equal to I into root LC റൂട്ട് L/C എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും that voltage will appears across the ഇതായിരിക്കും contacts of the circuit breaker. Very important point, it is this current chopping, it is ഇതായിരിക്കും this current chopping is more familiar in വളരെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് this current chopping is more familiar in എവിടെയാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഫോർമുലയും ഓർത്തു വയ്ക്കുക voltage developed across the contacts of circuit breaker during current chopping V is equal to I into square root of L/C. So this is called എന്തായിരിക്കും current chopping എന്ന് പറയുന്നത്. So how to eliminate അല്ലെങ്കിൽ എന്തായിരിക്കും how to overcome this current chopping. ആ current chopping overcome ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും we are using another method called resistance switching. It is called എന്തായിരിക്കും resistance switching. By resistance switching എന്തായിരിക്കും we will overcome എന്തായിരിക്കും switching we can overcome by resistance switching current chopping can be eliminated. So എന്തായിരിക്കും റെസിസ്റ്റൻസ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ട് ബ്രേക്കറിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോൺടാക്ട്സ് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കും ദിസ് ഇസ് കാൾഡ് റെസിസ്റ്റൻസ് സ്വിച്ചിങ് സോ വാട്ട് വിൽ ബി ദ സോ എന്തായിരിക്കും വാട്ട് വിൽ ബി ദ ആഫ്റ്റർ എഫക്റ്റ് സോ when we connect this resistance across the contacts of circuit breaker എന്തായിരിക്കും some part of the duty അല്ലെ some part of the responsibility of the circuit breaker it is handed over to എവിടെ ആയിരിക്കും റെസിസ്റ്റൻസിലേക്ക് കൊടുക്കും therefore എന്ത് ചെയ്യും ഈ കറണ്ട് എന്ത് ചെയ്യും ഈ കറണ്ട് ചോപ്പിംഗ് മൂലം ഉണ്ടാവുന്ന കറണ്ട് എന്ത് ചെയ്യും this current it will bypass to the resistor അങ്ങനെ ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും the contacts of the circuit breaker is free from current chopping അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും therefore by resistance switching what we can achieve we can eliminate we can reduce അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റും reduce restriking voltage രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കും by resistance switching എന്തായിരിക്കും severity on circuit breaker is reduced contact is reduced അല്ലെ കറണ്ട് ചോപ്പിംഗ് മൂലം എന്തായിരിക്കും all the voltage will appear across the contacts of the circuit breaker by if we are putting one resistance R across the contacts of the circuit breaker the duty of the circuit breaker is some portion of the duty of the circuit breaker is handed over to the resistance അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റും the current it will go through the resistance instead of the contacts of the circuit breaker. മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും by resistance switching എന്തായിരിക്കും the rate of rise of recovery voltage can be reduced. നാലാമത്തെ പോയിന്റ് എന്തായിരിക്കും it will share the duty of circuit breaker contact നോട്ട് മതി ഓർത്ത് വയ്ക്കുക this is called the resistance switching. So what is current chopping, what is resistance switching? Therefore അടുത്ത important point the value of resistance R for critical damping the value of resistance R is equal to 0.5 into square root of L/C. ഇത് important formula ആണ്. R is equal to 0.5 into square root of L/C. അടുത്ത പോയിന്റ് ഇതായിരിക്കും കറണ്ട് ചോപ്പിംഗ് ഉണ്ടാവുന്നത് ഏത് സർക്യൂട്ട് ബ്രേക്കറിലായിരിക്കും എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ therefore resistance switching is to be implement ചെയ്യുന്നത് ഏത് സർക്യൂട്ട് ബ്രേക്കറിലായിരിക്കും in order to overcome current chopping we are using resistance switching therefore എന്തായിരിക്കും resistance switching is used in resistance switching is used in air blast circuit breaker very important point ആണ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. So this is about resistance switching and ഇതായിരിക്കും current chopping means ഓർത്ത് വയ്ക്കുക in low magnetizing current interrupt ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും the current reaches to 0
ആ സമയം എന്ത് ചെയ്യും? their energy stored in the inductance and capacitance it will appears across the contacts of the circuit breaker. ഇതാണ് നമ്മൾ പറയുന്നത് കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. in order to avoid this current chopping എന്ത് ചെയ്യുക? or in order to eliminate the current chopping we have to connect one resistance switch across the contacts of the circuit breaker. This is called resistance switching. ഓർത്ത് വയ്ക്കുക. അതിന്റെ വാല്യൂസ് ഓർത്ത് വയ്ക്കുക. Problem ആണ്. For a 132 kV system, the reactance and capacitance up to the location of the circuit breaker is എത്ര ആയിരിക്കും? reactance തന്നിട്ടുണ്ട് എത്ര? XL is equal to എത്ര തന്നിട്ടുണ്ട്? 3 ohm അല്ലേ? XL is equal to 3 ohm and capacitance C is equal to 0.015 microfarad. Calculate the frequency of transient oscillation. അപ്പം XL എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? XL തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? XL means 2 pi FL അല്ലേ? XL is equal to 2 pi FL. That is equal to എത്ര വരും? That is equal to 3. Therefore L is equal to 3 divided by ഇതായിരിക്കും 2 pi into 50. Therefore L is equal to എത്ര വരും? L is equal to 3 divided by 3.14 into 50. 3.114 into 50 into 2 അല്ലേ? Therefore എത്ര വരും? 0.00954 Henry വരും. Henry. Therefore frequency of oscillation അല്ലേ? Frequency of oscillation F is equal to 1 by 2 pi root of L into C. Therefore എത്ര വരും? Therefore 1 by 2 pi into square root of L എത്ര? 0.0095 into L C എത്ര? 0.015 into 10 raised to minus 6. That is equal to എത്ര വരും? ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എക്സാമിന് വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്തൊക്കെ പോകുന്ന പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. സോ നോക്കേണ്ട കാര്യമില്ല. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഞാൻ എടുത്തിട്ട് പ്രോബ്ലം 13.291 kHz വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസി ഓഫ് ട്രാൻസിയന്റ് ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. ദെൻ മാക്സിമം വാല്യൂ ഓഫ് ഫ്രീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ്. maximum value of free striking voltage. Next, maximum value of restriking voltage. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാക്സിമം വാല്യൂ ഫ്രീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് എത്ര? 2 Vm അല്ലേ? തന്നിരിക്കുന്നത് എന്താ? മാക്സിമം വാല്യൂ അല്ല, തന്നിരിക്കുന്നത് എന്താ? RMS വാല്യൂ തന്നിരിക്കുന്നത്. therefore 2 into അല്ലേ 132 into √2 into അല്ലേ √2 into 132 ഡിവൈഡഡ് ബൈ ഓർത്ത് വയ്ക്കുക. ഇതായിരിക്കും പെർ ഫേസ് വാല്യൂ ആണ് നമ്മൾ എടുക്കാനുള്ളത്. ഡിവൈഡ് ബൈ √3. ഈ √3 ഇടാനായിരിക്കും എല്ലാം മറന്നു പോകുന്നത്. അപ്പോൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജില് എന്തായിരിക്കും നമ്മൾ എടുക്കുക? വി ഹാവ് ടു ടേക്ക് ദ എന്തായിരിക്കും? വി ഹാവ് ടു ടേക്ക് ദ പെർ ഫേസ് വാല്യൂ. അതാണ് നമ്മൾ ബൈ √3 നമ്മൾ കൊടുത്തിരിക്കുന്നത്. therefore 2 into √2 into 132 by √3. therefore എത്ര കിട്ടും? 215 കിലോവോൾട്ട് പെർ ഫേസ് അല്ലെ? 2 Vm ആണ് നമുക്ക്. 2 എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുലയിൽ 2 Vm. Vm എന്ന് പറയുമ്പോഴത്തേക്ക് തന്നിരിക്കുന്നത് RMS വാല്യൂ ആണ്. Vm എന്ന് പറയുമ്പോഴത്തേക്ക് √2 into VRMS കിട്ടും. √3 എന്തായിരിക്കും? പെർ ഫേസ് കിട്ടാൻ വേണ്ടി. therefore മാക്സിമം വാല്യൂ ഫ്രീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈക്വൽ ടു 2 Vm ആണ്. പക്ഷെ എന്തായിരിക്കും? Vm ക്വസ്റ്റ്യനിനകത്ത് എന്ത് ചെയ്യുക? RMS വാല്യൂ ആണെങ്കിൽ മാക്സിമം വാല്യൂ ഇട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ എന്തായിരിക്കും? പെർ ഫേസ് കണ്ടുപിടിച്ച് വയ്ക്കുക. therefore ഓർത്ത് വയ്ക്കുക. ഇവിടെയാണ് ഒരുപാട് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. തന്നെ അപ്പം മാക്സിമം വാല്യൂ ഓഫ് ഫ്രീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് കഴിഞ്ഞു. then അടുത്ത മാക്സിമം വാല്യൂ ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് ഫ്രീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ്. നമ്മൾ എന്താ മാക്സിമം വാല്യൂ ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് ഫ്രീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ്. എന്താ ഇക്വേഷൻ? എന്താ? Vm by എന്തായിരിക്കും? √LC അല്ലേ? Vm by √LC. Vm by √LC. Vm എത്ര വന്നിരിക്കുന്നത്? Vm 132 by അല്ലെ 132 into √2 by √3. എല്ലാ പെർ ഫേസ് വാല്യൂ ആണ് എടുക്കാനുള്ളത്. ഓർത്ത് വയ്ക്കുക. √3 ഇടാൻ മറന്നു പോകരുത്. വി ഹാവ് ടു ടേക്ക് ദ പെർ ഫേസ് വാല്യൂ ഡിവൈഡ് ബൈ √LC അല്ലെ? റൂട്ട് ഓഫ് L എത്ര? L ന്റെ വാല്യൂ 0.0095 into C എത്ര? 15 0.015 അല്ലെ? 0.015 into 10 raised to minus 6. therefore 9 kilovolt per microsecond. ഓർത്ത് വയ്ക്കുക. so point to remember, we have to take the maximum value and per phase value. √3 ഇടാൻ മറന്നു പോകരുത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് പറ്റുന്നത് √3 ഇടാൻ മിസ്സായി പോകും. അതുകൊണ്ട് അവിടെ ആയിരിക്കും നമുക്ക് ആൻസർ തെറ്റി പോകണം. ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ 132 kV the line to ground capacitance
is equal to 0.05 microfarad അല്ലേ 0.05 sorry 0.01 microfarad 0.015 അല്ല 0.01 microfarad and inductance 5 Henry. To determine the voltage across the poles of circuit breaker if magnetizing current ഓർത്ത് വയ്ക്കുക. Therefore magnetizing എന്ന് പറഞ്ഞ കറണ്ട് വന്നാൽ വാക്കുണ്ടാ ഓർത്ത് എന്തായിരിക്കും കറണ്ട് ചോപ്പിംഗ് ആണ്. എന്തായിരിക്കും determine the calculate the voltage across the poles of the circuit breaker. Equation എന്താ V is equal to I into square root of L by C അല്ലെ. I എത്ര തന്നിരിക്കുന്നത് 5 amps 5 into square root of L എത്ര തന്നിട്ടുള്ള 5 Henry 5 divided by C എത്ര 0.01 അല്ലെ 0.01 into 10 raised to minus 6 അല്ലെ. therefore നിങ്ങൾ എഴുതാൻ പറ്റും 5 into square root of 5 divided by 10 raised to minus 8 അല്ലെ 10 raised to minus 8 10 raised to 8 ന്യൂമറേറ്റർ പോകുമ്പോൾ എത്ര ആയിരിക്കും 10 raised to minus 8 മുകളിൽ പോകുമ്പോൾ എത്ര 10 raised to 8 വരും റൂട്ട് നമ്പർ തരുമ്പോൾ എത്ര ആയിരിക്കും 10 raised to 4 വരും അല്ലെ. therefore 5 into 10 raised to 4 into root 5. therefore answer എത്ര വരും answer is equal to 111.8 kilowatt. then determine the resistance to eliminate the restriking voltage. എത്ര R is equal to എത്ര 0.5 into square root of L by C. therefore that is equal to എത്ര വരുന്നത് that is equal to 0.5 at 0.5 into square root of L എത്ര വന്നിരിക്കുന്നത് 5 അല്ലേ 5 divided by 0.01 into 10 raised to minus 6. therefore 0.5 into root 5 into 10 raised to 4 വരും അല്ലേ. therefore that is equal to 11.18 kilo ohms 11.18 kilo ohms. so ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്തായിരിക്കും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓർത്ത് വയ്ക്കുക. based upon the current chopping principle പറയുമ്പോഴത്തേക്ക് what is the voltage appears across the contacts of the circuit breaker എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് കറണ്ട് എന്നുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക that it is a current chopping phenomena. then next നമ്മൾ പോകുന്നത് അടുത്തൊരു സെക്ഷൻ ആണ്. അടുത്തൊരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി. ഫസ്റ്റ് ഈസ് എന്തായിരിക്കും സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി. സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി മീൻസ് ഇപ്പൊ നോക്കി നമ്മൾ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇത് ഈ പോയിരിക്കും എന്തായിരിക്കും നമ്മുടെ സൈൻ വേവ് കാണിച്ചിരിക്കുന്നതായിരിക്കും എ സി കമ്പോണന്റ് ആണ്. ഈ ഒരു സ്റ്റീപ്പായിട്ട് ഈ ഒരു ഇൻവേർട്സ് ആയിട്ട് ബന്ധിക്കുന്നതായിരിക്കും നമ്മൾ ഡി സി കമ്പോണന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് എ സി കമ്പോണന്റ് എന്തായിരിക്കും ഇത് ഡി സി ആണ്. അപ്പോ എന്തായിരിക്കും സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി പറയുന്നത് ഇറ്റ് ഈസ് RMS വാല്യൂ ഓഫ് എ സി കമ്പോണന്റ് ഓഫ് കറണ്ട് അറ്റ് സ്പെസിഫൈഡ് റിക്കവറി വോൾട്ടേജ്. ഓർത്ത് വയ്ക്കുക എന്തായിരിക്കും സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഇറ്റ് ഈസ് ദ RMS value of AC component of current. കാര്യം ഇത് എന്തായിരിക്കും കറണ്ടിനെ വെച്ചിട്ടാണ് സ്പെസിഫൈ കറണ്ട് ടൈം ആണ് അല്ലെ. y ആക്സിൽ കറണ്ട് ആണ് x ആക്സിൽ ടൈം ആണ്. അപ്പൊ എങ്ങനെ ആയിരിക്കും RMS value of AC component of current RMS value of AC component of current at a specified recovery voltage. It is called the symmetrical braking capacity. അടുത്ത നോക്കിയേ asymmetrical braking capacity. What is asymmetrical braking capacity? It is the എന്തായിരിക്കും RMS value of എന്തായിരിക്കും same definition തന്നെ RMS value of എന്തായിരിക്കും AC component plus DC component. It is RMS value of AC component plus DC component. AC component plus DC component of current. അല്ലെങ്കിൽ RMS value of AC component and DC component of current അല്ലേ of current at a specified recovery voltage.
recovery voltage. So point to remember, asymmetrical braking capacity എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ AC component plus DC component, symmetrical braking capacity എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ AC component മാത്രമേ എടുക്കത്തുള്ളൂ. Symmetrical means AC component of current, asymmetrical braking capacity means എന്തായിരിക്കും AC component plus DC component. അപ്പോൾ അടുത്ത നോക്കിയേ, അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് മേക്കിംഗ് കറണ്ട് ഓർ മേക്കിംഗ് കപ്പാസിറ്റി. മേക്കിംഗ് കറണ്ട് ഓർ മേക്കിംഗ് കപ്പാസിറ്റി. മേക്കിംഗ് കറണ്ട് ഓർ മേക്കിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എന്തായിരിക്കും? അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഇൻവോൾവ്സ് AC component only, DC component only, both AC or DC എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഡെഫിനിഷൻസ് ഓർത്ത് വയ്ക്കുക, RMS വാല്യൂ ഓർത്ത് വയ്ക്കുക. അത് സിമെട്രിക്കൽ ആകുമ്പോഴത്തേക്ക് AC കമ്പോണന്റും, അസിമെട്രിക്കൽ ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് ആൾസോ RMS വാല്യൂ ഓഫ് AC component പ്ലസ് DC component. അടുത്ത് നോക്കിയേ, മേക്കിംഗ് കപ്പാസിറ്റി ഓർ മേക്കിംഗ് കറണ്ട് ഓർ മേക്കിംഗ് കപ്പാസിറ്റി ഇങ്ങനെ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലൂപ്പ് ഓഫ് പീക്ക് വാല്യൂ ഓഫ് AC component ഓഫ് കറണ്ട് ഇൻക്ലൂഡിംഗ് DC component. ദാറ്റ് മീൻസ് ഇത് നോക്കിയും നമ്മൾ സൈൻ വേവ് നോക്കിയാൽ ഇതിന്റെ ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിൾ അല്ലെ. അപ്പൊ അത് എന്തൊക്കെ വരുന്നുണ്ട്? ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിൾ പ്ലസ് ആ ഫസ്റ്റ് സൈക്കിൾ വരുന്ന AC കമ്പോണന്റും ഈ കാണുന്ന ഈ ഒരു കൊച്ചു പോർഷൻ അല്ലെ, ഈ കാണുന്ന DC കമ്പോണന്റ് കൂടെ വരുന്നതായിരിക്കും നമ്മൾ എന്ന് പറയുന്നത് മേക്കിംഗ് കപ്പാസിറ്റി ഓർ എന്തായിരിക്കും മേക്കിംഗ് കറണ്ട് എന്ന് പറയുന്നത്. Therefore making capacity or making current, it can be defined as the first loop of ഇതായിരിക്കും peak value of AC component of current including DC component. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാൾഡ് നമ്മൾ മേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താ മേക്കിംഗ് കറണ്ട് എന്ന് പറയും. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, മേക്കിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു, നമുക്ക് വേണ്ടുള്ള ഇക്വേഷൻ ആണ് മേക്കിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? മേക്കിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ആണല്ലേ, പീക്ക് വാല്യൂ √2 into 1.8 into ബ്രേക്കിംഗ് കറണ്ട്. അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക എന്തായിരിക്കും? മേക്കിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു 2.55 into ബ്രേക്കിംഗ് കറണ്ട്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. Therefore മേക്കിംഗ് കറണ്ട് IM ഈസ് ഈക്വൽ ടു 2.55 into ബ്രേക്കിംഗ് കറണ്ട്. ഇത് ഓർത്ത് വെച്ചാൽ മതി, ഇതൊരു ഇമ്പോർട്ടൻസ് റിലേഷൻ ആണ്. ഒരുപാട് തവണ പ്രോബ്ലംസ് ചോദിച്ചു തന്നിട്ടുണ്ട്. അടുത്ത എന്തായിരിക്കും? ബ്രേക്കിംഗ് കറണ്ട് കിട്ടി. അടുത്ത മേക്കിംഗ് കപ്പാസിറ്റി. മേക്കിംഗ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2.55 into ബ്രേക്കിംഗ് കപ്പാസിറ്റി. 2.55 into ബ്രേക്കിംഗ് കപ്പാസിറ്റി. നമ്മൾ ഫസ്റ്റ് കറണ്ടിനെ വെച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്തു. അടുത്ത എന്തായിരിക്കും? കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയാ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യന് വാദവയുടെ ടെക്സ്റ്റിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് UPSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ത്രീ ഫേസ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ 1500 amps rated. 1500 amps rated. Okay. Rated current 2000 MVA rating. 33 kV system voltage. 3 seconds എന്തായിരിക്കും ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? നോർമൽ റേറ്റഡ് കറണ്ട്. ഫൈൻഡ് നോർമൽ റേറ്റഡ് കറണ്ട്. നോർമൽ റേറ്റഡ് കറണ്ട്. ബ്രേക്കിംഗ് കപ്പാസിറ്റി. ബ്രേക്കിംഗ് കപ്പാസിറ്റി. മേക്കിംഗ് കപ്പാസിറ്റി. മേക്കിംഗ് കപ്പാസിറ്റി. മേക്കിംഗ് കപ്പാസിറ്റി. അടുത്ത ഷോർട്ട് ടൈം ഡ്യൂട്ടി. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റ് കണ്ടുപിടിക്കുക. നോർമൽ റേറ്റഡ് കറണ്ട് എത്ര തന്നിരിക്കുന്ന? റേറ്റഡ് എത്ര തന്നിരിക്കുന്നത്? 1500 amps അല്ലെ തന്നിട്ടുണ്ട്. എത്ര? 3 phase oil circuit breaker 1500 amps rated. Therefore first answer എത്ര? 1500 amps is the rated.
അടുത്ത ബ്രേക്കിംഗ് കപ്പാസിറ്റി എത്ര തന്നിട്ടുണ്ട്? IB കണ്ടുപിടിക്കണം അല്ലേ? ബ്രേക്കിംഗ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? IB ബ്രേക്കിംഗ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ബ്രേക്കിംഗ് കപ്പാസിറ്റി അല്ല, ബ്രേക്കിംഗ് കറണ്ട് ആട്ടോ. ബ്രേക്കിംഗ് കറണ്ട് ആൻഡ് മേക്കിംഗ് കറണ്ട്. ബ്രേക്കിംഗ് കറണ്ട്. സോ ബ്രേക്കിംഗ് കറണ്ട് IB ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് പിടിക്കുന്നത്. റേറ്റിംഗ് തന്നിട്ടുണ്ട് അല്ലേ? 2000 MVA. Therefore 2000 into 10 raised to 6 divided by root 3 അല്ലെ? 3 phase system root 3 into 33 അല്ലെ? 33 into 10 raised to 3 വരും. That is equal to 35 kilo amps. Making current is equal to breaking current കിട്ടി അല്ലെ? Making current IM is equal to എത്ര വരുന്നത്? 2.55 into breaking current എത്ര വരും? Therefore 2.55 into 35 that is equal to 89 kilo amps. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഷോർട്ട് ടൈം ഡ്യൂട്ടി എത്ര വരുന്നത്? 3 seconds. അതാണ് ബ്രേക്കിംഗ് കറണ്ടും മേക്കിംഗ് കറണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. ഇറ്റ് ഈസ് 3 seconds. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് കൂടി നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ മൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഓർത്ത് വയ്ക്കുക, വാട്ട് ഈസ് കറണ്ട് ചോപ്പിംഗ് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ടെർമിനോളജി, റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ്, റിക്കവറി വോൾട്ടേജ്, റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അത് ഓർത്ത് വയ്ക്കുക. കറണ്ട് ചോപ്പിംഗ് ഓർത്ത് വയ്ക്കുക. വാട്ട് ഈസ് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി, വാട്ട് ഈസ് അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി, വാട്ട് ഈസ് മേക്കിംഗ് കറണ്ട് ആൻഡ് വാട്ട് ഈസ് ബ്രേക്കിംഗ് കറണ്ട്. Symmetrical braking capacity means RMS value of AC component only. Then asymmetrical means RMS value of both AC and DC. Making capacity, making current means first loop of peak value of AC component plus DC component. അതിനാണ് നമ്മൾ making current എന്ന് പറയുന്നത്. Then എന്തായിരിക്കും? Making current is equal to 2.55 times braking current. ചിലപ്പോൾ ചോദിക്കും അപ്പൊ ഏതായിരിക്കും കൂടുതൽ, ബ്രേക്കിംഗ് കറണ്ട് ആണോ മേക്കിംഗ് കറണ്ട് ആണോ കൂടുതൽ? മേക്കിംഗ് കറണ്ട് ഈസ് ഹൈ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഒരു എന്താ പറയാ, ഇത് തിയറി പാർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോയത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.